SRBയും POBയും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. അല്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡസ്റ്റ് എന്നും ഗോൾഡ് എന്നും നിങ്ങൾക്ക് തരംതിരിച്ച് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു വകഭേദം നമുക്കുള്ളതാണ്. എല്ലാവർക്കും സുപരിചിതമുള്ളതും എല്ലാവരും ചോദിച്ചു വാങ്ങുന്ന നല്ല ഒറിജിനൽ ഗ്രീൻ ടീ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, ഗ്രീൻ ടീ പല വിലകളിൽ കിട്ടും. പക്ഷെ ഒരു എബവ് ആവറേജ് ഏറ്റവും നമ്മൾ നോക്കി നല്ലതാണെന്ന് ബോധ്യപ്പെട്ട ഗ്രീൻ ടീ ആണ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത്. ഈ ഗ്രീൻ ടീയുടെ പ്രത്യേകതയോടെ പെട്ടെന്ന് പറയാം. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഈ മറ്റ് ഡസ്റ്റും നമ്മുടെ ഗോൾഡും പോലെ അത്രയും പ്രോസസ്സിങ്ങിലൂടെ കടന്നു വരുന്നതല്ല. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന. അതുകൊണ്ടല്ല മെച്ചമെന്ന ഈ തേയില ഇലകളുടെ സ്വാഭാവികമായ ഗുണവും രുചിയും നഷ്ടപ്പെടാതെ കിട്ടുന്നുള്ളതാണ് ഈ ഗ്രീൻ ടീയുടെ പ്രത്യേകത. ഏതോ ഒരു സഹോദരൻ ഇത് മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ ഇതിന് ഭയങ്കര കമർപ്പാണെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? ഇത്രയും വില കൊടുത്ത് മേടിച്ചതല്ലേ, മണിക്കൂറുകൾ അങ്ങ് തിളപ്പിച്ചു. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഗ്രീൻ ടീ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് പറയാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിച്ചെടുത്തു. തിളച്ചതിന് ശേഷം അടപ്പ് തുറന്നു കഴിയുമ്പോൾ ജസ്റ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ ഒന്ന് താണോട്ടെ, ഒരു 85 to 90 or 80 to 90 ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള 2 or 3 ഇലകൾ ഇതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കണം. ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ്. ആ സമയം കൊണ്ട് അതിൻ്റെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് ഒരു യെല്ലോ കളർ ഇറങ്ങുകയും അതിൻ്റെ ഗുണം ഇറങ്ങുകയും ചെയ്യും. ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം വരുന്നതും ആരോഗ്യപരവുമായ ഒരു ഡ്രിങ്കിനുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി അതിന് വേറെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർക്കാം, നാരങ്ങാ നീര് പിഴിഞ്ഞ് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷേ പാലും മധുരവും ഇട്ട് കുടിക്കുന്ന സാധനമല്ല. നമ്മുടെ സ്വന്തം ഏതാ ഞള്ളാനി സ്പൈസസിൻ്റെ ഞങ്ങളുടെ സ്വന്തം മറ്റൊരു തേയിലപ്പൊടിയുണ്ട്. അതെന്താണെന്നറിയാവോ? ഇവനാണ് എലാച്ചി ടീ. കണ്ടോ, എലാച്ചി ടീ ഇന്നലെ ഞാൻ തയ്യാറാക്കിയ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. ഇതാണ് എലാച്ചി ടീ. എലാച്ചി ടീ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം, ഈ തേയിലപ്പൊടി നമുക്ക് 2 സൈസ്, അതായത് ഡസ്റ്റിലും ഗ്രാനുവലിലും നമുക്ക് നമ്മൾ ഏലക്ക മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരിക്കലും മിക്സ് ആകത്തില്ല, നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഇളക്കിയിട്ട് മാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? നമ്മുടെ ഡസ്റ്റ് ഉണ്ട്, നമ്മുടെ ഗോൾഡ് ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, പിന്നെ ഇലാച്ചി ടീ ഉണ്ട്. മസാല ടീ ഉണ്ടോ എന്നും എന്നോട് ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ തയ്യാറാക്കിയില്ല. സമയോചിതമായി ചിലപ്പോൾ അതും നമ്മുടെ ഞള്ളാനി സ്പൈസസിൽ നിന്നും പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പോൾ മായമില്ലാത്ത, കലർപ്പില്ലാത്ത സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് നമ്മുടെ സ്വന്തം വിഷാംശമില്ലാത്ത ഏലക്ക, നല്ല മഞ്ഞൾപ്പൊടി, വിവിധ തരം. അപ്പോൾ ഇനി സംശയമില്ലല്ലോ. താങ്ക് യു.